അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. സോ എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ടൊരു കുർത്തയാണ്. സോ നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അപ്പം ഇവിടെ ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പം ഞങ്ങൾ രാത്രി 7-8 മണിയൊക്കെ ആകുമ്പോഴേക്ക് പോകണം. സോ ആ ഒരു ഇതിന് വേണ്ടി നമ്മൾ റെഡി ആവുകയാണ്. ഫസ്റ്റ് തന്നെ ഞാൻ ടോണർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് മേക്കപ്പിന് മുന്നേ ടോണർ അല്ലെങ്കിൽ സിറം അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം ഞാനിവിടെ മോയ്സ്ചറൈസർ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് സൺസ്ക്രീനാണ്. രാത്രിയാണ് എന്നാൽ പോലും ഞാൻ സൺസ്ക്രീൻ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്, മോയ്സ്ചറൈസർ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഡയറക്റ്റ് നമ്മൾ മേക്കപ്പിലേക്ക് കിടക്കും. സോ ഇനി നമ്മൾ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഷടപടേന്ന് പറഞ്ഞിട്ടിങ്ങനെ പെട്ടെന്ന് റെഡി ആവുകയാണ്. കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ വേണം, പെട്ടെന്ന് റെഡി ആയിട്ട് പോകാൻ വേണം. സോ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ റെഡി ആവാൻ നോക്കുന്ന സമയത്ത് എന്നാൽ വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് എടുക്കുകയാണ്. അപ്പോൾ കിട്ടിയ സമയം കൊണ്ട് പെട്ടെന്ന് എടുക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റ് ആക്കുന്നുണ്ട് ഞാനും. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഞാനിവിടെ അതായത് നമ്മൾ കൺസീലർ എടുത്ത് കണ്ണിൻ്റെ ചുറ്റും അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. കാരണം ബ്രഷും കാര്യങ്ങളൊക്കെ തപ്പാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ കൈ വെച്ചിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത്, പിന്നെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല നാച്ചുറൽ ഫിനിഷ് കിട്ടുമല്ലോ. അപ്പോൾ കൈ വെച്ചിട്ട് അങ്ങനെ ചെയ്യാണ്. അത് കഴിഞ്ഞ ശേഷം ഞാൻ മൂക്കിൽ, അതുപോലെ തന്നെ നമ്മൾ നെറ്റിയിൽ, ചുണ്ടിൻ്റെ മേലെയും താഴെയും കവിളിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഈവൻ ആക്കാൻ വേണ്ടി, സ്കിൻ ടോൺ ഈവൻ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം എഗെയിൻ നമ്മൾ കൈവച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാം. നമുക്ക് കൈവച്ച് ബ്ലെൻഡ് ചെയ്യാൻ കിട്ടുന്ന ആ നാച്ചുറൽ ഫിനിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെ നമ്മൾ അത് ചെയ്യണം. പൊതുവേ ഞാൻ ബ്യൂട്ടി ബ്ലെൻഡറാണ് യൂസ് ചെയ്യാറ്, പക്ഷേ കൈ വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ഫിനിഷ് കിട്ടും നമുക്ക്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് കോമ്പാക്റ്റ് യൂസ് ചെയ്യാണ്. കോമ്പാക്റ്റ് ഞാൻ വെറും കണ്ണിന് ചുറ്റും മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ കണ്ണിന് ചുറ്റും ഒരു കോമ്പാക്റ്റ് നമ്മൾ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ എക്സാക്റ്റ് സ്കിൻ ടോണാണ്. അപ്പം നല്ല രീതിക്ക് നമ്മൾ കണ്ണിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമുക്കിനി ഡയറക്റ്റ് നമ്മൾ ഐ ഷാഡോ പരിപാടിയിലേക്കായിരിക്കണം പോകുന്നത്. നമ്മൾ ഐബ്രോ ചെയ്യാൻ പോവാണ്. സോ ഐബ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഐബ്രോൻ്റെ മിസ് ക്ലെയറിൻ്റെ ഈ ഒരു ഐബ്രോ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഓൾസോ പാക്കിൻ്റെ ഈ ഒരു ഐബ്രോ ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് അടിപൊളി ബ്രഷാണ്. സോ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ ഒരു നല്ല ഉള്ളിൽ കുറച്ച് ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഡ്രമാറ്റിക് ആയിട്ടൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് നമ്മൾ അമ്പലത്തിൽ പോകുന്ന ആ ഒരു ഫിനിഷിന് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഐ ഷാഡോ യൂസ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ നമ്മളൊരു പിങ്ക് ഷെയ്ഡാണ്, ആ ഒരു ഏറ്റവും ടോപ്പിലുള്ള മിഡിലുള്ള ആ ഒരു പിങ്കാണ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ട് കുറച്ചും കൂടി കൈവച്ചിട്ട് എഗെയിൻ നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. കൈവച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ, നാച്ചുറൽ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ബ്ലെൻഡ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതാണ് നമ്മുടെ പരിപാടി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 2 കണ്ണിലും അപ്ലൈ ചെയ്യണം. അപ്പം നമ്മൾ ആ ഒരു ലിഡിൻ്റെ അവിടെ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് മേലോട്ടേക്കും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ഈവൺ ആക്കുന്നുണ്ട്. നിങ്ങളെൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷനൊന്നും നോക്കണ്ട, നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് എക്സ്പ്രഷൻ വരുന്നത്. അങ്ങനെ ഞാൻ ആവശ്യത്തിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നമ്മളൊരു ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ കോമ്പാക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള സെയിം ബ്രഷാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ടൊന്നിങ്ങനെ അതിന് മേലെ കൂടെ ഒന്നിങ്ങനെ ഓടിച്ച് വരുമ്പം ഒന്നും കൂടെ ആ ഒരു കളർ ഡിമ്മാവും. അതായത് നമ്മൾ നാച്ചുറലായി കിട്ടും. അതിനുശേഷം കണ്ണിൻ്റെ താഴെ കൈ വെച്ചിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം കണ്ണിന് താഴെ കുറച്ചും കൂടി ഒരു സെറ്റായി കിടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രഷ് യൂസ് ചെയ്ത് ഓർമ്മിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കാജൽ യൂസ് ചെയ്തിട്ടുണ്ട്. കാജൽ യൂസ് ചെയ്തിട്ട് കണ്ണിൽ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ലാക്മീൻ്റെ കാജലായിരുന്നു. അപ്പോൾ അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനിവിടെ ഐ ഷാഡോ എടുക്കുകയാണ്. എഗെയിൻ നമ്മൾ കണ്ണിൻ്റെ താഴെ അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രഷ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ കൈ കൊണ്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഒരു ബ്രഷും കൂടെ യൂസ് ചെയ്തിട്ട് അത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം കാജലും ഐ ഷാഡോയും കൂടെ ഒരു ബ്ലെൻഡ് ചെയ്ത് കിട്ടണം. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് ചെയ്യാവുന്നതാണ്, പക്ഷേ എൻ്റെ കയ്യിൽ ഈ ഒരു ബ്രഷ് എനിക്കാണ് കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഇങ്ങനെയൊക്കെ കിട്ടും. പിന്നെ നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യുകയാണ്. ഞാൻ ഓവറായിട്ടൊന്നും മസ്കാര അപ്ലൈ ചെയ്യുന്നില്ല, കാരണം എനിക്ക് ഭയങ്കര സിമ്പിളായിട്ട്, പിന്നെ നമ്മൾ പെട്ടെന്ന് പോയി വരാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാര്യമായിട്ടൊന്നും ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് മസ്കാരയുടെയാണ്. പൊതുവേ ഞാൻ കുറേ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ട് നിൽക്കും, കുറേ കോട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാറുണ്ട് മസ്കാര. അപ്പം ഇന്ന് നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് ഒന്ന് പ്രസൻറ്റബിൾ ആവുക ആ ഒരു രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ ലിപ്പ് ലൈനർ, ഇത് ഞാൻ പുതിയ വാങ്ങിയിട്ടുള്ള ലിപ്പ് ലൈനർ കേട്ടോ. എൻ്റെ അടുത്ത് ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുള്ള മിസ് ക്ലെയറിൻ്റെ ഒക്കെ ആയിരുന്നു. സോ ഇത് മാസിൻ്റെ ആണ്. ഇതെനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് മിസ് ക്ലെയറിനെക്കാട്ടും എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു മാസിൻ്റെ ലിപ്പ് ലൈനറാണ്. ഭയങ്കര സ്മൂത്താണ്, ഭയങ്കര
എന്താ ഗ്ലൈഡ് ചെയ്ത് പെട്ടെന്ന് സ്മൂത്തായിട്ട് ഇങ്ങനെ ഗ്ലൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് നല്ലൊരു ഷെയ്ഡാണിത്, നല്ലൊരു പിങ്ക് ഷെയ്ഡ്. അപ്പം ഇത് ഞാൻ ഓവറോൾ ലിപ്സിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം എനിക്കിത് ഒരു ലിപ്പ് ലൈനർ മാത്രമായിട്ടല്ല, ഒരു ലിപ്സ്റ്റിക്ക് പോലെ തന്നെ അപ്ലൈ ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാൻ ഫുൾ ഓൺ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ലിപ്പ് ലൈനർ ആയതുകൊണ്ട് ഒന്നും കൂടെ ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇവിടെ ഒരു ലിപ്സ്റ്റിക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മെബിലിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് നടുവിൽ മാത്രം ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നുള്ളൂ. കാരണം ഓവറോൾ എനിക്ക് വേണ്ട, കാരണം എനിക്ക് ആ ലിപ്പ് ലൈനറിൻ്റെ കളർ തന്നെ മതി. അപ്പം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന് ശേഷം പിന്നെയും മേലെ കൂടെ ലിപ്പ് ലൈൻ ചെയ്യുന്നുണ്ട് ആ ഒരു കളർ കിട്ടേണ്ടിയിട്ട്. സോ അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. നല്ലൊരു ഷെയ്ഡാണിത്. അതിനുശേഷം ഞാനിവിടെ നമ്മൾ ഈ ഒരു ഐലൈനർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു പൊട്ട് ഇടുകയാണ്. കാരണം ഇത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ആ ഒരു പൊട്ട് നിൽക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കമ്മൽ, ഇതെൻ്റെ ഫേവററ്റ് ആയിട്ടുള്ളൊരു ഇയറിംഗ് ആണ്. കുറേ മുമ്പ് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യാണ്. ഇതിൻ്റെ മാച്ച് ചെയ്തിട്ടുള്ള കളറൊന്നുമല്ല, പിന്നെ എനിക്ക് കുറച്ചുകൂടി ഇതിൽ മാച്ച് ചെയ്തതുപോലെ തോന്നി. കാരണം അതിലൊരു ഗോൾഡിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു ഒരു കുർത്തയിൽ. അതിനുശേഷം എൻ്റെ ഫേവറേറ്റ് കുപ്പിവള ഞാൻ ഇട്ടിട്ടുണ്ട്. കുപ്പിവള ഞാൻ എപ്പോഴും ഇടാറില്ല, ബട്ട് ഇങ്ങനെ ട്രഡീഷണൽ ആകുമ്പോൾ ഇടാറുണ്ട്. അതിനുശേഷം നമ്മളുടെ പ്ലമ്മിൻ്റെ ബോഡി ഓയിൽ യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണ്. നമ്മൾ കയ്യിലും അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഒരു ഏരിയയിൽ, ചെവീൻ്റെ ബാക്കിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സോ അതാണ് നമ്മളെ ലുക്ക്. ഇതാണ് നമ്മളെ കംപ്ലീറ്റ് ലുക്ക്. ഞാൻ ജസ്റ്റ് ഹെയർ ആ രണ്ട് സൈഡിലൊന്ന് ഒതുങ്ങിക്കാൻ വേണ്ടി ജസ്റ്റ് ഹെയർ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ബൈ.